السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, റമദാനിനെ പറ്റി, അതിൻ്റെ പ്രത്യേകതകളെപ്പറ്റി ഈ മാസം ഏകദേശം മുഴുവനായി നാം പറഞ്ഞു ഇന്നേ വരെ. ഇനി അതുമായി ബന്ധപ്പെട്ട കഴിക്കുന്ന ഫുഡിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ റിസ്ക്, അള്ളാഹു തരുന്ന ഈ ഭക്ഷണം, ഇതിന് വലിയ ഒരു പ്രാധാന്യം, പ്രത്യേകത ഉണ്ട്. റിസ്ക് എന്നുള്ള പദം തന്നെ അള്ളാഹു തആല 120 സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ 18 സ്ഥലത്ത് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ നാം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ത്വയ്യിബാത്ത് എന്ന പദം അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ത്വയ്യിബാത്ത് എന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ ശരീരത്തിന് ഉപകാരപ്രദമായ, രോഗങ്ങൾ ഉണ്ടാക്കാത്ത നല്ല ഭക്ഷണം എന്നാണ് മുഫസ്സിരീങ്ങള്, ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കള് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം. സൂറത്തുൽ ബഖറയിൽ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് ഭക്ഷണമായി നൽകിയതിൽ നിന്ന് ശുദ്ധമായതിന് നിങ്ങൾ കഴിക്കണം. അതിൻ്റെ തഫ്സീർ, വ്യാഖ്യാനം അങ്ങനെയാണ് കാണുന്നത്. അത് നമ്മുടെ ശറഇനും ദീനിലും അനുവദനീയമായിരിക്കണം. നമ്മുടെ ശരീരത്തിന് ചേരുന്ന, രോഗങ്ങൾ ഉണ്ടാക്കാത്ത ഭക്ഷണമായിരിക്കണം എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഭക്ഷണത്തിന്, അതിനെ കഴിക്കേണ്ട രീതികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ റമദാനിലാണെങ്കിൽ പോലും നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതികൾ, അതിനെ മുറ തെറ്റിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചില രോഗങ്ങൾ വരാനും സാധ്യത ഏറെ ഉണ്ട്. അതിനെപ്പറ്റി ഒന്ന് പഠിക്കണം. പരിശുദ്ധ ഖുർആനിൽ അതിനെപ്പറ്റി നന്നായി പറഞ്ഞിട്ടുണ്ട്. ഈ ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, അത് ഏത് തരത്തിലുള്ള ഫുഡായിരിക്കണം കഴിക്കണമെന്നും, കഴിക്കേണ്ടതെന്നും, അത് എത്ര കഴിക്കണമെന്നും, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയെന്നും നന്നായി പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാം അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാറില്ല. അധിക പേരും അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ശ്രമിക്കാറില്ല അധിക പേരും. അത് ഒരു ഖേദകരം തന്നെയാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നാം ഇവിടെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അനുസരിച്ച് എത്ര കഴിക്കണമെന്നും, ഏത് തരത്തിലുള്ള ഫുഡ് കഴിക്കണമെന്നും നാം നന്നായി പഠിച്ച് അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഈ ഭക്ഷണം കഴിക്കേണ്ട രൂപങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നന്നായി അനുഗമിക്കുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ, തീർച്ചയായും ഇവിടെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുകയില്ല. രോഗങ്ങളില്ലാതെ, വ്യസനങ്ങളില്ലാതെ, വിഷമങ്ങളില്ലാതെ, പേടിയില്ലാതെ, നല്ല സുഖസുന്ദരമായി ആരോഗ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. കൂടാതെ നാം സമ്പാദിക്കുന്ന ഈ സമ്പാദ്യങ്ങളിൽ 70% കൂടുതൽ ജനങ്ങളിലും, അത് ഹോസ്പിറ്റലിലും അതേപോലെ തന്നെ ഫാർമസിയിലും ആണ് പോകുന്നത് മരുന്ന് വാങ്ങാനായി. അത്തരം സമ്പാദ്യം നമുക്ക് തന്നെ സൂക്ഷിക്കാൻ പറ്റും. കാരണം രോഗങ്ങളില്ല. എന്നും നമ്മുടെ മനസ്സിന് സന്തോഷവും ഉണ്ടാകും. പക്ഷെ എന്ത് ചെയ്യണം? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതും നന്നായി അതിനെ ഫോളോ ചെയ്യണം. അതിൽ പറഞ്ഞതുപോലെ നാം ഭക്ഷണം കഴിക്കണം, പാനീയങ്ങൾ കുടിക്കണം. എന്നാൽ ഇവിടെ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഒരു നിലക്കുള്ള രോഗങ്ങളും വരികയില്ല. കാരണം അതാണ് ചരിത്രം. സഹാബാക്കൾക്ക് റളിയല്ലാഹു അൻഹും അവർ ചെറിയവരോ വലിയവരോ അല്ലെങ്കിൽ കുട്ടികളോ സ്ത്രീകളോ കൂടുതൽ പ്രായമുള്ളവരോ ആരാണെങ്കിലും അവർക്ക് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്ത്? അവര് ഭക്ഷണം പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ കാണിച്ചതുപോലെ ഭക്ഷണം കഴിക്കുമായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് രോഗങ്ങളില്ലാത്ത. ഒരു ചെറിയ സംഭവം പറയുന്നു. വളരെ ചുരുക്കി പറയുന്നു, ഒരു രാജാവ്, മുഖൗക്കിഷ് രാജാവ് ദൂരെ നിന്ന് പാരിതോഷികമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് തങ്ങൾക്ക് ഒരു ഡോക്ടറെ അയച്ചു. ഡോക്ടർ വന്നപ്പോൾ അദ്ദേഹത്തിന് താമസിക്കേണ്ട അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്യുകയുണ്ടായി. ഡോക്ടർ കാലങ്ങളോളം ഇരുന്ന് ഒരു കുട്ടി പോലും അവിടെ എനിക്കൊരു രോഗമുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടറെ സമീപിച്ചില്ല. ഡോക്ടർ വ്യസനിച്ചു ഒരു ദിവസം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ രാജാവ് അയച്ച പാരിതോഷികമായി അയച്ച ഡോക്ടറാണ്. ഞാൻ കാലങ്ങളായി ഇവിടെ ഇരിക്കുന്നു, പക്ഷെ ആരും എൻ്റെ അടുത്ത് മരുന്നിന് ഔഷധത്തിനായി വരുന്നില്ല. അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രാജാവ് അയച്ച പാരിതോഷികമായതുകൊണ്ട് ഞാൻ വളരെ ആദരപൂർവ്വം നിങ്ങളെ സ്വീകരിച്ച് എല്ലാ ഫെസിലിറ്റീസുകളും ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാലം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. പക്ഷേ ഈ രോഗമുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ സഹപാക്കളിൽ നിന്ന് ആരും നിങ്ങളുടെ അടുത്ത് വരൂല. അദ്ദേഹം അത്ഭുതത്തോടെ ചോദിച്ചു, എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ സഹപാക്കൾക്ക് രോഗമില്ല. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ കാരണം? അപ്പോൾ പറഞ്ഞ ഒരൊറ്റ ഒരു മറുപടിയാണ്, അടിവര ഇടേണ്ട ഒരു മറുപടിയാണ്. എൻ്റെ സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയെ കഴിക്കുകയില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുപോലെ പറഞ്ഞതുപോലെ വയറ്റിനെ 3 ഓഹരിയാക്കുകയും അതിൽ ഒരു ഓഹരി ഭക്ഷണം മാത്രം കഴിക്കുകയും ചെയ്യും. പിന്നീട് കഴിക്കുന്നത് ദഹിച്ചെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ. ദഹിച്ചില്ലെങ്കിൽ അവർ കഴിക്കുകയില്ല. ഈ കാരണം കൊണ്ട് അവർക്ക് രോഗം ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മുടെ അവസ്ഥ നമുക്ക് തന്നെ ചിന്തിക്കാം. നാം എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ ആണോ അല്ലേ? അല്ലെങ്കിൽ ഈ ദഹിച്ചതിൻ്റെ ശേഷമാണോ ഭക്ഷണം കഴിക്കുന്നത്? ഒരു ഭക്ഷണം കഴിച്ച് രണ്ടാമതൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ശരിക്കും ദഹിക്കണം. ഒരു ഭക്ഷണം കഴിച്ച് മറ്റൊരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദഹിക്കണമെങ്കിൽ അതിന് ഒരുപാട് സമയമുണ്ട്. അത് ഓരോ ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ദഹിക്കുന്നത്. അപ്പോൾ ചില കട്ടിയുള്ളതാണ്, പിന്നെയും താമസിക്കും. എങ്കിലും ഒരു ഭക്ഷണം കഴിച്ച് ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും വേണം. 6 മണിക്കൂറാ കണക്ക്. നമ്മുടെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. എന്തൊക്കെ ഏത് സമയത്തിനൊന്നും കണക്കില്ലാതെ ഭക്ഷണം അകത്താക്കുന്ന ഈ അവസ്ഥ, ഈ ഒരു ഖേദകരമായ അവസ്ഥയാണ്. കാരണം അങ്ങനെ പറയാൻ കാരണം ഇത് കൊണ്ടാണ് ഇത്രയും രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെപ്പറ്റി സംഭവങ്ങൾ ധാരാളം നമുക്ക് പറയാനുണ്ട്. ഈ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയെപ്പറ്റിയും ക്വാണ്ടിറ്റിയെപ്പറ്റിയും, അത് ഏത് തരത്തിലുള്ള ഫുഡ് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, ഏതെല്ലാം ഫുഡുകൾ ഒന്നിച്ച് കഴിക്കണം, ഏതെല്ലാം ഫുഡുകൾ ഒന്നിച്ച് കഴിക്കാൻ പാടില്ല എന്നതിനെപ്പറ്റിയും, എത്ര കഴിക്കണം, ഇതിനെപ്പറ്റി മഹാത്മാക്കളായ സഹാബാക്കൾ മുതൽ നമ്മുടെ
പണ്ഡിതന്മാർ, വലിയ വലിയ നവവി ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാർ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ ഒരുപാട് ഉദ്ധരണികൾ ഉണ്ട്. ഭക്ഷണത്തിന് എങ്ങനെ കഴിക്കണം, അതിൻ്റെ തോത് എത്രയാണ് എന്നൊക്കെ. ഇതിനൊക്കെ വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് മാസങ്ങളിലധികം ഈ രണ്ട് വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, നാം ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് അതിനെപ്പറ്റി ഒന്ന് നന്നായി പഠിക്കണം. എന്ന് പഠിച്ചിട്ട് അതുപോലെ ഭക്ഷണം കഴിച്ചാൽ തീർച്ചയായും ഇവിടെ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല നമുക്ക് എല്ലാം നല്ല നിലക്ക് ചെയ്യുവാൻ, പരിശുദ്ധ ഖുർആനിനെയും തിരു ഹദീസുകളെയും ശരിക്കും ഫോളോ ചെയ്യുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.